ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാട റോസ്റ്റ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഷാലോ ഫ്രൈ ചെയ്യാൻ എടുത്തത്. ഓയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഈ കാട ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് ഷാലോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 8 തൊട്ട് 10 മിനിറ്റോളം ഷാലോ ഫ്രൈ ചെയ്യുന്നു. ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് കാട റോസ്റ്റ് ചെയ്യണം. ഇതിനുവേണ്ടി ഈ എണ്ണയിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയെല്ലാം കൂടി ഇട്ട് ഏകദേശം 2 മിനിറ്റോളം വഴറ്റിയെടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഇപ്പോൾ നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് മല്ലിയിലിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാടയിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല നന്നായിട്ട് കാടയിൽ കോട്ട് ചെയ്യണം. ഇനി ഇത് അടപ്പ് വെച്ച് അടച്ച് ഏകദേശം 8 തൊട്ട് 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്കിടെ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക.